ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇറങ്ങുകയാണ്. നമ്മുടെ കർക്കിടക ചികിത്സ തുടങ്ങുന്നു. അപ്പോൾ കർക്കിടക മാസം ആണ്, അതായത് നമ്മുടെ എണ്ണ തേച്ച് കുളി. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ ആയുർവേദ വാസ്തവവിലാസം ഉണ്ടല്ലോ, അവിടേക്കാണ് പോണത്. അവിടെ പോയിട്ട് കുറച്ച് എന്താ പറയുക, ഒരു 10-12 ദിവസത്തെ എണ്ണയിട്ട് മസാജ് ചെയ്ത് കുളിക്കുന്ന രീതി. ഓക്കെ, അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് വാസ്തവവിലാസം ഈ ആയുർവേദ നഴ്സിംഗ് ഹോം ഇവിടെ തൊട്ടപ്പുറത്താണ്, വാക്കിംഗ് ഡിസ്റ്റൻസ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലല്ലേ, കുളത്തിൻ്റെ സൈഡിൽ. രാവിലെ സമയമായതുകൊണ്ട് റോഡിൽ വലിയ തിരക്കുണ്ടാവില്ല. 7 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞത്. കടകളൊക്കെ തുറന്നു വരുന്നു. ഓണക്കാലമായി വരികയല്ലേ. പക്ഷേ ഇത് കർക്കിടക മാസമാണ്, എങ്കിലും ഈ സമയത്തൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കടകളൊക്കെ. പത്മതീർത്ഥക്കരയിലെ ശിവപാർവതി ക്ഷേത്രമാണ്. ഇത് വളരെ ഫേമസ് ആണ് കേട്ടോ ഈ അമ്പലം. സാധാരണയായിട്ട് ഈ സമയത്ത് നമ്മുടെ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു തുടങ്ങി. ഗോപുരം നോക്കി, അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. വാസുദേവ വിലാസം ആര്യവൈദ്യ ആൻഡ് ടൂറിസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ രാത്രിയും ഏർലി മോർണിംഗ് അവേഴ്സിലൊക്കെ കുതിരപ്പട്ടാളം എന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ പോലീസുകാർ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ റോന്ത് ചുറ്റും. അതായത് രാത്രിയൊക്കെ ഞങ്ങളുടെ കോളനിക്കകത്തൂടെയൊക്കെ കുതിര പോകും. ഈ റോഡിലൊക്കെ കുതിരയും അതിൻ്റെ മേളിൽ പോലീസുണ്ടാവും. കുതിരപ്പട്ടാളം രാവിലെ വന്ന് പോകാം. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. വാസ്തവവിലാസത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ. ഭയങ്കര രസമുണ്ട്. ഗോപുരം നോക്കിയാൽ അവിടെ അറ്റകുറ്റപ്പണികൾ അത് കാരണം ഇങ്ങനെയെല്ലാം സ്കാഫോൾഡ്സ് എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു മരുന്നുകളുടെ മണം. പ്ലസ് എവിടെ സിസ്റ്റർ, ഇതിനകത്ത് തന്നെയല്ലേ. ഇതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് റൂം. പലതരം ട്രീറ്റ്മെൻറ്റ് റൂംസ് അല്ലേ, ഒരുപാടുണ്ട്. ഇതിൽ ഒരെണ്ണമാണ്. എന്നിട്ട് ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണണ്ടേ. ആദ്യമുള്ള ആൾ രാധാമണി സിസ്റ്ററിൻ്റെയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, എൻ്റെ ഫേവററ്റ് തോണിയുണ്ട്. ഇതിൽ കിടന്നിട്ടാണ് ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത്. അതിന് ഇത് എന്ത് തടിയാണെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? കാഞ്ഞിരം തടിയിലുള്ള അത് പിന്നെ സ്റ്റീമറാണ്. ഇതിനകത്ത് സ്റ്റീം ബാത്ത്, ഇതിനകത്ത് പുഴുങ്ങിയെടുക്കും. അപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും, തല മാത്രം വെളിയിൽ വരും. ഇത് ശിരോധാരയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡും അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ. ഇത് പഴയ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. ഇതിന് ശരിക്കുള്ള വാസ്തവവിലാസം ആയുർവേദ നഴ്സിംഗ് ഹോം എന്നാണ് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് എത്രയോ ആണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പഴമയും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഒരു മോഡേൺ സ്റ്റൈലല്ല, കുറച്ചൊരു ഡിഫറെൻ്റാണ്. ട്രീറ്റ്മെൻറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാം വളരെ പഴയ രീതിയിൽ തന്നെ ചെയ്യണത്. പിന്നെ ഇവിടെ ഇതിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഓയിൽ ചൂടാക്കി നല്ല ചൂട് എണ്ണ ഇങ്ങനെ എനിക്ക് മസാജ് ചെയ്ത്. നമ്മളിന്ന് എന്തൊക്കെ ഓയിലാണ്? ധന്വന്തരം, പിന്നതൈലം. ഓക്കെ, ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ആയിരിക്കും. ആ മിക്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഇനി ഞാൻ മുടിയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് മസാജിന് കയറും. ആക്ച്വലി 1 മണിക്കൂറാണ് ടോട്ടൽ മസാജും സ്റ്റീം പ്ലസ് കുളി. തയ്യാറെടുപ്പാണ് ഗംഭീരം. കാര്യം ഞാൻ തല വാഷ് ചെയ്യാറില്ല, അതുകൊണ്ട് തല നല്ല പൊക്കി തലയിൽ കെട്ട് കെട്ടിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ തലയിൽ അങ്ങനെ കറക്റ്റ് ഇടത്തിൻ്റെ കെട്ട് ഞാൻ ആർക്ക് കെട്ടിക്കൊടുക്കുമ്പോഴും ഇത് ലക്ഷ്മി മേഡത്തിൻ്റെ കെട്ട് ഇതെൻ്റെ കെട്ടായി മാറി. പക്ഷെ എൻ്റെ കെട്ട് അന്നങ്ങില്ല അല്ലേ, അവസാനം അഴിയത്തില്ല. ഇങ്ങനെ തന്നെ ഇനി ഞാൻ എങ്ങനെ തിരിഞ്ഞും അതിന് കിടന്നാലും തലയിൽ ഈ കെട്ടുണ്ടാവും തീരുന്നവരെ.
മുടിയുടെ ബാക്കിലൊക്കെ ഇച്ചിരി ഓയിലൊക്കെ ആകും. പക്ഷെ അത് നമ്മൾ കുളിക്കുമ്പോൾ പയറുപൊടി ഇട്ടാണ് കുളിക്കുന്നത്. അത് ഇവിടെ തന്നെ കിട്ടും എല്ലാ കാര്യങ്ങളും. പയറുപൊടി പയറുപൊടി ഇട്ട് കുളിക്കും, ഓയിലിട്ട് മസാജ് ചെയ്യും. നല്ല ചൂട് ഓയിൽ, പിന്നെ ചൂട് വെള്ളം, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വേത് വെള്ളത്തിലാണ് കുളി. ഓക്കെ, അങ്ങനെയല്ല കോരി ഒഴിക്കുന്നത്. അത് വേത് വെള്ളം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നല്ല ചൂട് വെള്ളം, ഹോട്ട് വാട്ടർ, ഓയിൽ മസാജ് നല്ല ചൂടുണ്ടാവും. അതെ, ചൂടുള്ള വെള്ളം. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നു. എനിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാം. അതായത് ഒരു 3-4 ദിവസത്തെ മസാജ്, 3 days, അങ്ങനെ ഒരു ഇതുണ്ട്. ഡോക്ടർ പറയുന്ന രീതിയാണ്. പിന്നെ ഞവരക്കിഴി ഇടാം, അതിനോടൊപ്പം പിഴിച്ചിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പാക്കേജിൽ ചെയ്യാം. പക്ഷേ ഞാൻ അത് ഓപ്റ്റ് ചെയ്യാത്ത എന്താ വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വരാൻ പറ്റില്ല. ഇനി ബിറ്റ്വീൻ ഇടയ്ക്ക് യാത്രകളോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരും. അന്നേരം പ്രശ്നം. മസാജ് മാത്രമാണെങ്കിൽ, ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്കൊരു ബ്രേക്ക് വന്നാലും പ്രശ്നമില്ല. മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു 12-13 ദിവസം ഇവിടെ വരേണ്ടി വരും. ഇത് ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നൊരു സമയത്ത് പിഴിച്ചിലോ ഞവരക്കിഴിയെല്ലാം ചെയ്യാം. ഇപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം ഇതുപോലെ ബോഡി മസാജാണ് ആദ്യം വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ആയുർവേദിക് മസാജ് ഇതുപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, കൊളാബായിട്ട് ചെയ്യാനും വിളിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് പൈസ കൊടുത്ത് തന്നെയാണ് ചെയ്തത്. പക്ഷേ കാര്യമില്ല. കാര്യം എനിക്ക് തോന്നുന്നത്, എനിക്കിത് പണ്ട് തൊട്ടേ ഞാൻ ചെയ്യുന്നതും, എനിക്ക് രാധാമണി സിസ്റ്ററാണ് പണ്ട് തൊട്ട് എനിക്കിങ്ങനെ മസാജ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് കംഫർട്ടബിളാണ്. വേറൊരാൾ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞിറങ്ങുന്നു ആദ്യത്തെ ദിവസത്തെ കുളി. ഇത് ആക്ച്വലി ഓയിൽ മസാജും സ്റ്റീമിങ്ങും അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ സിസ്റ്റർ, ഞാനിനി ട്യൂസ്ഡേ വരാം. ഓക്കെ ബൈ. ഞാൻ അകത്തായിരുന്നപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത്. എനിക്ക് ശബ്ദം കേൾക്കായിരുന്നു. ആഹാ, ഓക്കെ, ഒരു മഴ തോർന്നു. ഇപ്പോൾ ഞാൻ കുട എടുത്തിട്ടുമില്ല. ഇവിടെ നിന്ന് തന്നെ തോർത്ത് തരും. അപ്പോൾ ഇവിടെ ഒരു തലയിൽ കെട്ടുന്ന തോർത്ത്, അല്ലാണ്ട് തുടയ്ക്കാനുള്ളത്, അതെല്ലാം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാം. ഒരു 3-4 തോർത്ത് കിട്ടും, ചെറിയ തോർത്ത കിട്ടും തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ നല്ലൊരു കളക്ഷൻ ഉണ്ടാവും. പിന്നെ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ തുടയ്ക്കാനും കൈക്കലയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓയിൽ, ഈ കുഴമ്പ് കൊണ്ടുള്ള മസാജ്, സ്റ്റീമിങ്, പിന്നെ നന്നായിട്ട് പയറുപൊടിയൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് ഇറങ്ങുന്നത്. ഇതാണ് പരിപാടി. ഇത് ഭയങ്കര റിജുവിനേഷൻ ആൻഡ് ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. ഇപ്പോൾ എനിക്ക് കാലിൻ്റെ കഴപ്പ്, കാലിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, നടുവിൻ്റെ വേദന, കൈവേദന, ചെറിയ നീരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ബോഡിയിൽ, അതെല്ലാം ഈ മസാജിലൂടെയും ഇങ്ങനെ ആ ചൂടുവെള്ളത്തിലെ കുളിയിലൂടെയെല്ലാം പുഴുങ്ങിയൊക്കെ വരുമ്പോൾ റെഡിയാവും. ഇപ്പോൾ തന്നെ ഞാൻ കുറേ കൂടെ ഫ്രഷായി. ഇപ്പോൾ ഒരു 8:30 മണിയായി സമയം. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പം എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ടൊക്കെ പോവാണ്. പോയിട്ട് വരാം. ജസ്റ്റ് ഈ റോഡ് കഴിഞ്ഞാൽ ആ ടേണിങ്ങിലാണ് നമ്മുടെ വീട്ടിലേക്കുള്ള, കോളനിയിലേക്കുള്ള എൻട്രൻസ്. എന്നെ കണ്ടിട്ട് ഒരു ഫ്രഷായിട്ട് തോന്നുന്നില്ലേ ഒരു ദിവസത്തെ ഓയിൽ മസാജോടുകൂടി സ്റ്റീമിങ് കഴിഞ്ഞപ്പോൾ? പരിചയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണുന്നത്. ഞാനവിടെ എത്തിയപ്പോൾ 7:15 കഴിഞ്ഞു കേട്ടോ. 1 hour ഓഫ് മസാജ് ആൻഡ് സ്റ്റീമിങ് ആൻഡ് കുളിയെല്ലാം കഴിഞ്ഞ് നടക്കുമ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കും. അങ്ങനെ വീടെത്തി. നമ്മുടെ നിത്യ കല്യാണിയെ നോക്കിയേ, ഇത് രാത്രി പൂക്കുന്നതാണ് കേട്ടോ, സന്ധ്യാസമയത്ത്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ മണം കുറച്ചൊക്കെ പോയി, മഴവെള്ളമൊക്കെ വീണിട്ട്. പക്ഷെ എന്ത് ഭംഗിയല്ലേ കാണാൻ, ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ ചെടികളിലൊക്കെ ഇരിക്കുന്നു. നോക്കിയാൽ നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്കത് ഇത് ചെറുതായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കായ്ക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും മേളിലായിട്ടാണ്. ഇവനൊരു പാരസൈറ്റ് പോലെയാണ് നമ്മുടെ ഈ നിത്യ കല്യാണി പടർന്നതുകൊണ്ട് അധികം കായ്ക്കില്ല. പക്ഷെ പാവം അവനൊരു കുറച്ച് കായ്ക്കുന്നത്. ഇവിടെയൊക്കെ നെല്ലിക്കയുണ്ട്, മേളിലോട്ടും ഉണ്ട് അരിനെല്ലിക്ക. ഇവിടെ സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ചെറീസ് നിറച്ച് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറീസ് ഒന്നും ഞാനിപ്പോൾ ആർക്കും കൊടുക്കില്ല, എല്ലാം വഴക്കുണ്ടാക്കി പിടിച്ച് വയ്ക്കുകയാണ്. കാര്യം ഇത് പുടുമോൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ആരെയും പറിക്കാൻ സമ്മതിക്കില്ല. മോളിങ്ങനെ മുറ്റത്ത് കളിക്കാനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും, പറിച്ചു കൊടുക്കും. ഷീ ലൈക്സ് ഇറ്റ്. ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് എന്താണെന്ന് അറിയില്ല, വലിയ ഇഷ്ടമാണ്. പക്ഷെ നല്ല വൈറ്റമിൻസ് അല്ലേ, നല്ലതാണ്, വൈറ്റമിൻ സി. പിന്നെ ഇതാണ് ഏറ്റവും പറ്റിയ സമയം എന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ആണെങ്കിൽ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ രാവിലെ തിരുമാൻ പോകണതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാ ദിവസവും ഒരു പക്ഷേ ഈ ടൈം എനിക്ക് പറ്റില്ലായിരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഈവനിങ് ടൈം ആണെങ്കിലും പോകാം, കുറച്ച് ഓൾട്ടർനേറ്റ് ചെയ്തു എല്ലാം കൂടെ ഒരു 10 ദിവസമെങ്കിലും മിനിമം പോകണമെന്നാണ് ആഗ്രഹം. ഇടയ്ക്ക് ചിലപ്പോൾ ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. മോളാണെങ്കിൽ രാവിലെ 10:30 കഴിയാതെ എഴുന്നേൽക്കില്ല, കാര്യം ലേറ്റ് നൈറ്റാണ് ഉറക്കം. എല്ലാം ടൈം ടേബിളൊക്കെ തലതിരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഉറങ്ങുന്ന സമയമാണ്, ആ സമയം പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ബോജേട്ടൻ രാവിലെ ജിമ്മിൽ പോകും, ഞാൻ ദേ പോയിട്ട് വന്നു. ഇനി ഞാൻ ചെന്നിട്ട് അനുക്കുട്ടിക്ക് ജിമ്മിൽ പോകണം. അതാണ് നമ്മുടെ ഒരു റൂട്ടീൻ. അപ്പോൾ മോളുടെ അടുത്ത് ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണം, അത് മസ്റ്റാണ്. സഹായിക്കാനൊരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളാരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവും. അത് മോളുടെ കൂടെ ഓടി കളിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ കൂടെ ഓടാനും കളിക്കാനും അത് ഇഷ്ടമാണ് മോൾക്ക്, തസ്നിയെ. അങ്ങനെ ഓക്കെ, അപ്പോൾ അകത്തേക്ക് കയറാം. ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ. രാവിലെ നല്ല ഫ്രഷ് ഫീൽ ചെയ്യും. നോക്കി എനിക്ക് തന്നെ നല്ല മാറ്റമില്ലേ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഉറക്കച്ചടവോടുകൂടി ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇറങ്ങിപ്പോയത്, ഫ്രഷ് അല്ലായിരുന്നു. ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ കുറച്ചുകൂടെ റിലാക്സ്ഡായി, കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ടുണ്ട്. നമ്മളല്ലെങ്കിലും ഓട്ടോ ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആ വേദനയില്ലാതെ ഓടാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി വരും. ഈ ഒരു 10 days കഴിയുമ്പോൾ ഐ വിൽ ബി ഫിറ്റ്. കരിപ്പട്ടി കാപ്പി ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിപ്പട്ടി ഇടുന്നു, ഒരു ചെറിയ ഉണ്ട. കരിപ്പട്ടി കാപ്പി ഏതാണ്ട് തിളയ്ക്കാറായി. ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച്. പക്ഷെ നല്ലതാണ്. നമുക്ക് ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ് കുരുമുളകിട്ട കരിപ്പട്ടി കാപ്പി കുടിച്ചാൽ ഒരു ജലദോഷവും ഒന്നും വരില്ല. ഇതൊരു ട്രീറ്റ്മെൻറ്റ് പോലെ വിചാരിക്കാം. ഹെൽത്ത് ഭയങ്കര നല്ലതാണ്. കരിപ്പട്ടി എത്രത്തോളം നമ്മൾ കഴിക്കുന്നു അത്രത്തോളം നല്ലത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നല്ല പശുവിൻ നെയ്യ്. തീ ഓഫ് ചെയ്യാം. കരിപ്പട്ടി കാപ്പി റെഡി. കറക്റ്റ് 1 കപ്പ് നിറച്ച് കിട്ടി. യെസ്, അങ്ങനെ നല്ലൊരു തേച്ചുകുളി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ വന്നിട്ട് ഇതുപോലൊരു കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കി കഴിക്കണം. അത് നിർബന്ധമായിട്ട് കഴിക്കണം. അതാണ് ഏറ്റവും വേണ്ടത്. എന്തൊരു ടേസ്റ്റ് അറിയാം. കുരുമുളകിൻ്റെ ആ ഒരു ചെറിയ എരിവും നെയ്യൊക്കെ കൂടെ വന്നു. ആ നെയ്യും രക്ഷയില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കുറച്ച് ചൂടോടെ കുഴിക്കുന്ന തന്നെ നല്ല, ഒരുപാട് ചൂടല്ല. അങ്ങനെ ഞാനിങ്ങനെ ആസ്വദിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ കുറുക്കാണ് കഴിക്കാറ്, ഇലക്കുറുക്ക്. അതിന് നമ്മൾ ഓൾറെഡി അങ്ങാടി കടയിൽ പോയി ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മേടിക്കാൻ പോയ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുതരാം. അവിടെ ഭഗവതി എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്, കൈതമുക്കിൽ, ട്രിവാൻഡ്രത്ത്. പക്ഷേ നേരത്തെ പറയണം, അവിടെ പറഞ്ഞാലേ കിട്ടുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഞാനത് ഇന്നലെ പോയി എല്ലാം സെറ്റ് ചെയ്താണ്, മേടിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ ഇനി അത് അരച്ച് കുറുക്കുണ്ടാക്കിയിട്ട് അതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഭഗവതി ട്രേഡേഴ്സിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമ്മുടെ കൈതമുക്കിലുള്ള അങ്ങാടിക്കട, ശ്രീ ഭഗവതി ട്രേഡേഴ്സ്. അതെ, ഓണർ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ, ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് കാണിച്ചു തരാമോ. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഇലകൾ വന്നിട്ടുണ്ട്. ഇത് കാരയില, ഇത് കുറുക്കി കഴിക്കാനുള്ളത് അല്ലേ? യെസ്, കാരയില. അടുത്ത കുറുക്ക് ഇതാണ്. ഇത് നമ്മൾക്ക് 10 കറിക്ക് വേണ്ടിയിട്ട് ഉള്ള ആവശ്യമുള്ള, ഇത് ഒരുപാടുണ്ട്. ഇതൊന്നും വേണ്ട, ഇത്രയല്ലേ എടുക്കുമ്പോൾ നോക്കിയിട്ട്. ഇതൊക്കെ ഓരോന്നിൻ്റെയും ചിലതൊക്കെ എനിക്കറിയാം, ചിലതൊന്നും എനിക്കറിയില്ല കണ്ടാൽ. ഇത് കോവലാണോ? കോവലിൻ്റെ ഇല. അത് നമ്മുടെ കോവലിൻ്റെ ഇലയാണ്. നമ്മുടെ ഗാർഡനിലും ഉണ്ട്, മോളീസ് ഗാർഡനിൽ. എങ്കിലും ഞാനിവിടെ പറഞ്ഞത് കോവലിൻ്റെ. ഇത് മത്തനില, കുമ്പളത്തിൻ്റെ ഇല. കൊടങ്ങൽ ഭയങ്കര നല്ലതാണ്, തോരൻ വയ്ക്കും. തഴുതാമ നല്ലതാണ്, തോരൻ. ഇതാണ് തഴുതാമ അല്ലേ? യെസ്. പയറിൻ്റെ ചെറിയ പയർ താഴെ ഇവിടെ പയറില അല്ലേ? പൂവും കുറുന്നല്ല നമ്മൾ തോരനിലിടുമോ?
ഓ ഇത് നമ്മുടെ ചീര. ആ കൊടങ്ങൽ. ഇതാണ് വേറെ തഴുതാമയോ? തഴുതാമ, കൊടങ്ങൽ, തഴുതാമ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ തോരൻ വിഭവങ്ങളാണ്. പച്ചിലത്തു ആ വേണമെങ്കിൽ ഇടാം. മലാന്തി. അപ്പം മലാന്തിയും എല്ലാം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോവാണ്. കാരയില സെക്കൻഡ് കഴിക്കാൻ പോണ കാരയില. ആദ്യം മലാന്തി, കെശങ്ക്, മലാന്തി എല്ലാം കുറുക്കി കഴിക്കണം. എല്ലാം 3 ദിവസം. അതാണ് അതിൻ്റെ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങാം. നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് പറയണം അല്ലേ? ഒരു ദിവസം മുമ്പ് ഓർഡർ ചെയ്താൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പച്ചിലകളെല്ലാം കിട്ടും. 70 രൂപ ഒരു ഐറ്റത്തിനാണ്, ഒരു കെട്ടിന്. അതനുസരിച്ച് കിട്ടും. പിന്നെ ഇത് ഔഷധ കഞ്ഞിക്കൂട്ട് ഇതായിരുന്നോ? ഇത് ഇവരുടെ തന്നെയാണ്. കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് 220 രൂപ. ഇതിലെല്ലാം ഉണ്ട്. ഇത് ഒരെണ്ണം. ഇതപ്പം നമ്മൾ 1/2 കിലോ നവരരി, ചെറുപയർ 100 ഗ്രാം, ഉലുവ, ആശാളി ഉണ്ട്. യെസ്, ഔഷധമായ. ഇതൊക്കെ വളരെ പേരിന് വേണ്ടി ഇട്ടാൽ മതി. ഇതിൽ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കർക്കിടകം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കും ഉണ്ടല്ലേ. കർക്കിടകം സ്പെഷ്യലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ വരുമല്ലോ, വന്ന് വാങ്ങിച്ചിട്ട് പോകും. കാര്യം ഫ്രഷ് ആയിട്ട് ഇലകളെല്ലാം ഏത് ഐറ്റം വേണമെങ്കിലും തരാം. അപ്പം ഞാനിപ്പോൾ കുറുക്കാനുള്ള ഇലകൾ ഇവിടെ നിന്ന് വാങ്ങുന്നു. പിന്നെ അതുപോലെ മാവ് പിടിക്കാനായിട്ട്, അതായത് മാവ് പിടിക്കാനുള്ള സാധനങ്ങൾ ഇനി എപ്പോഴാണ് കിട്ടുന്നത്? ഹൈ ക്വാളിറ്റി കരിപ്പട്ടിയും കിട്ടും. ചില കരിപ്പട്ടിയിൽ പഞ്ചസാര മിക്സ് ആണെന്ന് പറയുന്നത്, പക്ഷേ ഇത് പ്യുവർ ഉള്ളി കരിപ്പട്ടി. അയ്യോ, ഇതാ കഴിക്കാൻ പോണു. ഇങ്ങനത്തെ കരിപ്പട്ടിയും കിട്ടും. ഇത് കുറച്ച് കിട്ടും. വ്യത്യാസമുണ്ട് അല്ലേ? കാഴ്ചയിൽ തന്നെ. ഇത് പ്യുവർ കരിപ്പട്ടി. ഇത് പഞ്ചസാര മിക്സ് ചെയ്ത് വരുന്നതാണ്. ശർക്കര മിക്സ് ചെയ്യും അല്ലേ? പ്യുവർ കരിപ്പട്ടി അല്ല. അപ്പം നോക്കി പറയണം. വില വ്യത്യാസമുണ്ട്, വില കൂടുതലായി. നല്ല ടേസ്റ്റ്. ഇത് ഔഷധ കഞ്ഞിക്കൂട്ടിനകത്തൊരു പാക്കറ്റിൽ കിടക്കുന്ന സാധനം കർക്കിടക ഔഷധ കഞ്ഞിക്കുള്ള കൂട്ട്. പക്ഷേ അതിൽ പാക്കറ്റിൽ കിടക്കുന്നു. ഇതല്ലാണ്ട് എക്സ്ട്രാ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാം. അതിനകത്ത് എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടിൻ്റെ അകത്തുള്ള രഹസ്യം പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ദശപുഷ്പങ്ങൾ അല്ല, 10 പുഷ്പങ്ങൾ. പിന്നെ ദശമൂലം എന്ന് പറയുന്നൊരു 10 ഐറ്റം വേരുകൾ. പിന്നെ ചുക്കുണ്ട്, കുരുമുളകുണ്ട്, തിപ്പലിയുണ്ട്. പിന്നെ എന്തായിരുന്നു? ജാതിപത്രി, പിന്നെ ഗ്രാമ്പു, ഏലം, ഇലവർഗം, പച്ചില. അത് ഇപ്പം നമ്മൾ എടുക്കുന്ന പോലത്തെ അല്ലേ? ഉണക്ക പച്ചില വേറെ. പിന്നെ അശ്വഗന്ധ, അമുക്കുരം. ഓക്കെ, അത് കയ്പുള്ളതല്ലേ അമുക്കുരം? ചെറിയ കയ്പ്. ഉഴിഞ്ഞ, മഞ്ഞൾ. അങ്ങനെ 32 ഐറ്റംസ് ചേർന്ന് വരുന്ന പൊടിയാണിത്. ഈ പൊടിയിൽ നിന്നും ഇത് ഇടുമ്പോൾ ഇച്ചിരി ഒരു കയ്പുണ്ടാകും കേട്ടോ. എന്തായാലും ഇതിൽ നിന്ന് ആവശ്യത്തിന് ഇട്ടാൽ മതി. പക്ഷെ ഭയങ്കര മെഡിസിനൽ സംഭവമാണിത് മൊത്തം. അത് നമ്മൾ കഞ്ഞിയിൽ. പിന്നെ എല്ലാം ഓപ്ഷനലാണ്. കയ്പം ഇല്ലാണ്ട് കഴിക്കണമെന്ന് തോന്നുന്നവർ ഇതിൽ നിന്നും ഇടാതെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ മാത്രം കുറച്ച് കാര്യങ്ങൾ, ചുക്ക്, കുരുമുളക്, പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടുക. ജാതിപത്രി, അങ്ങനത്തെ പറ്റുന്ന പോലെ. പക്ഷേ ഇതിട്ടാൽ ഗംഭീരമാണ്. എന്തായാലും എനിക്ക് ആ കിറ്റിനകത്ത് ഇതും ഉണ്ട്. ഇത് നമ്മുടെ ഇലയാണോ? നമ്മുടെ സാധനങ്ങളല്ലേ? ഇരിക്കുന്നത് നമ്മുടെ കിളികൾക്ക് വേണ്ടിയിട്ട് കണവ നാക്കും മേടിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അതായി. പിന്നെ കരിപ്പട്ടി, കുറുന്തോട്ടിയുടെ വേരെടുത്തിട്ടുണ്ട്, ചതച്ചത്. അത് മുഖത്ത് തേക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ് നമുക്ക് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ സമയത്തെല്ലാം ചെയ്യാം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ ഒരു ബ്യൂട്ടി വ്ളോഗിൽ. ഓക്കെ, യെസ്. എല്ലാം കൂടി എത്രയായി? എൻ്റെ കൂടെ വന്നവർക്ക് കർക്കിടക കഞ്ഞിയുടെ കിറ്റ് നിർബന്ധമായി കൊടുക്കുകയാണ്. അടിപൊളി. അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് പോവുകയാണേ. പച്ചിലകൾ, കരിപ്പട്ടി, മരുന്ന്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇപ്പോൾ. ഭഗവതി ട്രേഡേഴ്സ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാനിവിടെ കൈതമുക്ക് പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ്. അങ്ങാടിക്കട. ഈ ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ. കാർ ഇച്ചിരി ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പാർക്കിംഗ് ഒരു പ്രശ്നമാണ് ഇവിടെ. ചെറിയ അങ്ങാടി കടകളുണ്ട് കേട്ടോ, ചെറുത്. പക്ഷേ ഇതങ്ങനെയല്ല, വലിയ കടയാണ്. നല്ല സാധനമുണ്ട്. ഞാനൊരു പച്ച കുടയൊക്കെ ആയിട്ട്, വലിയ കുടയൊക്കെ ആയിട്ട് നടക്കുക.
ആൾക്കാരെന്ത് വിചാരിക്കുക അറിയാം ഇതുവഴി പോകുന്നവരെ ഇതാരിങ്ങനെ കുടയും പിടിച്ചാൽ. പഴയ കറാൽക്കടയുടെ ഇപ്പുറത്തെ സൈഡിലാണ് പുതിയ കറാൽക്കട, അത് ഈ സൈഡിലായിട്ട് വരും. ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഒരു നല്ലൊരു ആൽമരമുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കരിപ്പട്ടി കാപ്പി ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ച് നോക്കും, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്. എന്താ ടേസ്റ്റ് അറിയോ, ഭയങ്കര ടേസ്റ്റാണ്. കരിപ്പട്ടിയിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ്റൊക്കെയാണ്, നമുക്ക് ഭയങ്കര നല്ലതാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ ശരീരത്തിൻ്റെ പുറമേ എന്ത് ചെയ്താലും ഉള്ളിലേക്ക് എന്ത് കഴിച്ചാലും നന്നായിട്ട് ബോഡി എടുക്കും. അത് നമുക്കൊരു വർഷം മുഴുവൻ അതിനുള്ളൊരു ആരോഗ്യം കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണം അതാണ് പ്രധാനം. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം കർക്കിടക മാസം ഒരു പകുതിയോളം എനിക്ക് വർക്ക് ഉണ്ടാവും, പകുതി സമയം ഞാൻ റിലാക്സ് ചെയ്യുന്നുണ്ടാവും എന്ന് തോന്നുന്നു. കാര്യം ഇനിയിപ്പോൾ കർക്കിടകം തീരുന്നതിന് മുന്നേ പാർവതിയും മക്കളൊക്കെ വരും, ഫാമിലി ഫുൾ വരുന്നുണ്ട്, പാർവതി അശ്വിനെല്ലാം. അപ്പോൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കറക്കവും ഇല്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും ഇവിടെ ഇരുന്ന് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഹെക്റ്റിക് പരിപാടി. അതിനിടയ്ക്ക് സമയം ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്വയം സെൽഫ് കെയർ, ദേഹരക്ഷയും അങ്ങനെയല്ല, ഒരു വർഷം മുഴുവൻ ഓടണ്ടേ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുടിച്ച് ആസ്വദിച്ച് കുടിക്കുന്നു. കർക്കിടക മാസത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, വീട്ടിലുള്ള ദിവസം ഇങ്ങനെ ഒരു ചിട്ടയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരം ഇലകൾ കുറുക്കി കഴിക്കുക, അതൊരു പ്രധാന കാര്യം. പിന്നെ ആദ്യം ഞാൻ ഫസ്റ്റ് ഫുഡായിട്ട് കഴിച്ചത് കരിപ്പട്ടി കാപ്പി, ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മീലായിട്ട് ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു 11 മണിക്ക് കഴിക്കാം. ഇടയ്ക്ക് രണ്ടാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കാനായിട്ടാണ് പ്ലാൻ. പിന്നെ ലഞ്ചിന് പിന്നെ ഒരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. അത് ലഞ്ചായിട്ട് കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം. കുറച്ച് നേരത്തെ ഒരു 6-7 മണിക്ക് മുന്നേ കഴിച്ചാൽ ഒരു കഞ്ഞി കുടി എന്ന് പറയുമ്പോൾ അത്താഴത്തിന് കഴിക്കുന്ന പോലെ അങ്ങനെയും കഴിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതാണ് ഇല ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാങ്ങിയത് കണ്ടില്ലേ, നമ്മൾ അവിടെ പോയിട്ട് അങ്ങാടിക്കടയിൽ പോയി മേടിച്ചാണ്. നേരത്തെ പറഞ്ഞു വെച്ചാലേ കിട്ടുള്ളൂ, ഫ്രഷ് ഇല വേണം. അപ്പം മേടിച്ചു, ഞാൻ അതേപോലെ തന്നെ കൊണ്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഈവനിങ് ടൈമാണ് അവിടെ പോയത്, അറിയാമല്ലോ. അപ്പോൾ ഫ്രഷായിട്ട് കിട്ടും. അവിടെ 4 മണിക്ക് ശേഷമേ ഫ്രഷായിട്ട് ഇല വരുള്ളൂ. നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാ ഇലയും വരുത്തി വെക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മലാനി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മല താങ്ങാനുള്ള ശക്തി കിട്ടും എന്നാണ് പറയുന്നത്. ഇത് പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പ്രസവിച്ച് കിടക്കുന്ന സമയത്തെല്ലാം സ്ത്രീകൾക്ക് കുറുക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ ഒരു പ്രധാനമാണ് ഇത്. ശംഖുപുഷ്പത്തിൻ്റെ ഇല ഉണ്ടാകും, പിന്നെ ശംഖ്, മലാനി, പിന്നെന്താ തീണ്ടാനാഴി, കുറേ ഉണ്ട്. പരുത്തിയില, ചെറിയ പരുത്തിയുടെ ഇലയാണ് കേട്ടോ, വലിയ പരുത്തിയില, അതായത് കോട്ടൺ ചെടിയുടെ ഇല. പിന്നെ കാരയില, അതിങ്ങനെ വ്രണങ്ങളെല്ലാം ഉണങ്ങാനാണ് കാരയില. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ പർപ്പസാണ്. അപ്പോൾ ഈ മലാനി തന്നെ ഞാൻ 3 ദിവസം കഴിക്കും. അപ്പോൾ അതിൻ്റെ ഞാൻ കൊണ്ടുവന്ന ഇലകളുടെ 1/3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ഭാഗവും കൂടി ഉണ്ട്, 2 ദിവസമായിട്ട് അതും ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഒരു മരുന്ന് 3 ദിവസം, ഒരു ഇല 3 ദിവസമാണ് ഞാനിപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല എഫക്റ്റ്. അപ്പോൾ എനിക്കിനി ഒരു മല താങ്ങാനുള്ള അത്ര ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. എല്ലാ കർക്കിടക സമയത്തും ഞാനിങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ആയുർവേദം, ഇങ്ങനത്തെ കുറേ നാട്ടു ചികിത്സകളൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതാണ് അരച്ച് സെറ്റാക്കാൻ വേണം. അപ്പോൾ ഇത് അമ്മിക്കല്ലിൽ വെച്ച് തന്നെ അരച്ചെടുക്കും, അത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മലാനി ഇല. അതിൻ്റെ തണ്ടൊക്കെ മാറ്റി, വള്ളിയെല്ലാം മാറ്റി, ഇല മാത്രമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. ഇത് ഇത്രയും എടുത്തിട്ടുണ്ടേ. ഇതൊരു മരുന്നാണ് ഞാൻ കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മരുന്ന് സേവ പോലെയാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരു ഫുൾ പിടി, ഒരു 3 പിടി എന്ന് പറയാം, കൈ കൊണ്ട് എടുക്കുമ്പോൾ 3 പിടി. ഇതാണ് നന്നായിട്ട് അരയ്ക്കേണ്ടത്. അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കണം. നല്ല എന്താ പറയുക, വടി അരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പേസ്റ്റ് പോലെ, പറ്റുന്ന പോലെ നല്ല പേസ്റ്റാക്കി എടുക്കണം. നല്ല കരിപ്പട്ടിയാണ് ഇത്, ഇങ്ങനെ വാങ്ങിച്ചാണ്. ഇതിൽ നിന്നും നോക്കിയേ, ഇതുപോലത്തെ രണ്ട് അച്ച് ഈ ചിരട്ടയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അയ്യോ, ഇത് ഒട്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു 2 എണ്ണം ഞാൻ പൊട്ടിച്ച് വെച്ചു, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇല അരച്ചെടുത്തു. അതിനെക്കാട്ടി കുറച്ചേ ഉള്ളൂ റൈസ് കേട്ടോ. ഇത് നോക്കിയാൽ ഇത് നമ്മുടെ പച്ചരി, ചമ്പാ പച്ചരിയാണ്. വെള്ളത്തിൽ ഒരു പിടി എടുത്തിട്ട് കുതിരാനായിട്ട് ഇട്ടു. അത് ഇച്ചിരി തരിതരിപ്പായിട്ട് അരച്ചാൽ മതി, അത് ഭയങ്കര പേസ്റ്റ് ആക്കണം എന്നില്ല, കുറച്ച് തരിതരിപ്പാണ് നല്ലത്.
ഇങ്ങനെ കട്ടിക്ക് അരച്ചെടുത്തു. രണ്ടും അമ്മിക്കല്ലിൽ തന്നെയാണ് അരച്ചത്. അമ്മിക്കല്ലിൽ തന്നെ അല്ല, അല്ലാണ്ട് അരയ്ക്കാൻ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഫൈനായിട്ട് അരയണം, അത്രേ ഉള്ളൂ. ഈ ഇല നല്ല ഫൈനായിട്ട് അരയണം, അരി കുറച്ച് തരിതരിപ്പായിട്ട് അരയണം. ഇനി ഇതിലേക്ക് കരിപ്പട്ടി ഒന്ന് അരിച്ച്, അതായത് ഉരുക്കി അരിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറുക്കാം. അതാണ് മെത്തേഡ്. അപ്പോൾ ഇല അരച്ചതും റെഡി, അരി അരച്ചതും റെഡി. അപ്പോൾ ചമ്പാ പച്ചരി തന്നെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഇതേ കരിപ്പട്ടി ഒന്ന് ഉരുക്കാം. കുറച്ച് വെള്ളം ഒരു കപ്പ് ആദ്യം എടുക്കുന്നു. മധുരം നോക്കിയിട്ട് എത്ര ചേർക്കണം എന്നനുസരിച്ച്. അരി ആദ്യം ഒന്ന് അരച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കല്ല് കഴുകി എടുത്ത ആ വെള്ളം കൂടി ചേർത്തു. ഇനി ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ, മിക്സ് ചെയ്ത് കട്ട കിടക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് മതി നമ്മൾ കരിപ്പട്ടിയുടെ ഉരുക്കിയ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ കല്ല് കഴുകിയ വെള്ളവും ഒരല്പം വെള്ളവും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്തു. എന്നിട്ട് ഇങ്ങനെ ആക്കി എടുത്തു. ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരിയും ഇലയും ഒന്നിച്ചിട്ട് ചെയ്യണം. ഈ ഇലയൊക്കെ കുറച്ച് അരയാൻ പാടുള്ള ഇലയാണ്, ഈ മലാന്നിയൊക്കെ. എല്ലാ ഇലയും ഒരുപോലെ അല്ലല്ലോ. ഉണ്ടാക്കണ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കരിപ്പട്ടി ഒഴിക്കിയ വെള്ളം, അടുപ്പ് കത്തിച്ചിട്ടില്ല, എല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചാൽ മതി. മധുരം നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇലയുടെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. കാര്യം ഇത് ഇല കൂടുതലും അരി കുറച്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മരുന്നായതുകൊണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കരിപ്പട്ടി ചേർക്കാം. കരിപ്പട്ടി നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ആ രണ്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു എന്ന് തന്നെ പറയാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർക്കുന്നു. കുറുക്കിയെടുക്കാം. എനിക്കങ്ങനെ ഭയങ്കര ടൈറ്റ് ആവാതെ സെമി ടൈറ്റാണ് ഇഷ്ടം. നോക്കാം ഇങ്ങനെ വരുന്നത്. കൈയെടുക്കാണ്ട് ഇളക്കണം. ഒരു എന്താ പറയുക, പച്ച എന്ന് പറയുമ്പോൾ ഗ്രീനാണ് ഇതിൻ്റെ കളറ്. ഓരോ ഇലയ്ക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ മലാന്നി എന്ന് പറയുന്ന ഇല, മലാന്നി അങ്ങാടി കടകളിലൊക്കെ പറഞ്ഞാൽ കിട്ടും. ഇതുപോലെ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഞാൻ വാങ്ങിയ കടയിൽ നിന്ന് തന്നെ വാങ്ങാം, പറഞ്ഞാൽ മതി അവരോട്. ഭഗവതി. പിന്നെ നാട്ടുമ്പുറങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒത്തിരി മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ് ഈ ഇല പറിച്ച് അന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് തിക്കായി തുടങ്ങുന്നു. അത് കാണുമ്പോൾ അറിയാം നമുക്കിങ്ങനെ ആ എന്താ പറയുക, തവി ഇങ്ങനെ ഓടുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ ഒരു തിക്നെസ് ഫീൽ ചെയ്യാം. ചില സമയം കൂടി എടുക്കാം, എങ്കിലും കൈ എടുക്കാണ്ട് ഇളക്കാം. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട്, തിക്കായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഓവർ തിക്കായിട്ടുള്ളൊരു കുറുക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു സെമി, ഒരു ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകുകയും ചെയ്യും, ഒന്നുകൂടി ഒന്ന് തിക്കാവും. ആ ഒരു സ്റ്റൈലിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇത് കംപ്ലീറ്റ് മരുന്നാണ്, ഔഷധം. എനിക്ക് മല താങ്ങാനുള്ള അത്രയും ശക്തി കിട്ടാൻ പോവാണ്. ഇനി ഞാൻ തവി ഒന്ന് മാറ്റുന്നു. ഏകദേശം ആയിക്കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിന് ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിൽ തന്നെ ഇരിക്കട്ടെ, പാത്രത്തിൽ തന്നെ. അപ്പോൾ അത് കുറച്ചുകൂടി ഇരുന്ന് കട്ടിയാകും. ഇച്ചിരൂടെ ഒന്ന് തണുത്തിട്ട് കഴിക്കാം. അങ്ങനെ എൻ്റെ കുറുക്ക് റെഡിയായി കഴിഞ്ഞു. അതായത് മലാന്നി എന്ന് പറയുന്ന ഇല കുറുക്കിയതാണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. അപ്പം ഇതുപോലെ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടാവും കേട്ടോ. ഓരോ ഈ കർക്കിടക മാസം ഫുള്ള് ഞാൻ പല 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 കറികൾ കഴിക്കുന്നുണ്ടാവും. ഒരു ബൗളിലേക്ക് മാറ്റാണ്. ഇത്രയും കഴിക്കണം ഫുൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ കഴിച്ചാൽ ധാരാളം. അങ്ങനെ എൻ്റെ കുറുക്കിയതെല്ലാം പാകത്തിന് തണുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല, ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. കുറച്ച് കട്ടിയായല്ലോ. ഇങ്ങനെ നമുക്ക് കോരിയെടുത്ത് കഴിക്കാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കും, എങ്കിലും ഇവിടുന്ന് തുടങ്ങുകയാണ്. വെരി ടേസ്റ്റി. എനിക്കിഷ്ടമാണ് ഇല കുറുക്കിയതെല്ലാം. ഒരു വ്യത്യസ്ത ഒരു എന്താ പറയുക, ദുസ്വാദം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇപ്പം ഇത് കരിപ്പട്ടി ഞാൻ കൂടുതലിട്ടാണ് ചെയ്തത്, ഇത്രയും വേണ്ട മധുരം. പക്ഷേ എത്രത്തോളം കരിപ്പട്ടി നമ്മൾ ഉള്ളിലേക്ക് പോകണോ അത്ര നല്ലതാണ്. ഇത് മുഴുവൻ കഴിക്കണം.
ഒരു നേരത്തെ ഭക്ഷണം. പതുക്കെ സാവധാനം ഇത് സമയമെടുത്ത് കഴിക്കണം, അങ്ങനെ പറ്റുള്ളൂ. വിട്ടുപിടിയെന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിനി അകത്ത് വരുന്ന വിശാലമായിട്ട് കഴിക്കാൻ പോകണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ, ഇനി ഉച്ചക്കാലത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ വീണ്ടും ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ കഴിക്കാൻ പോകുന്നത്, ഇനിയുള്ള കുറേ ദിവസങ്ങൾ ഞാൻ വീട്ടിലുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കും എൻ്റെ ഒരു കർക്കിടക ചികിത്സ. അതായത് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമല്ലോ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കർക്കിടകത്തിൽ. ഓക്കെ, അതായത് ഇത് നമ്മുടെ ഭഗവതി ട്രേഡേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കടയുണ്ടല്ലോ കൈതമുക്കിൽ, അവരുടെ അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ സംഭവം കിട്ടും. അതായത് വേറൊന്നുമില്ല, കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടെന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു പാക്കറ്റ് 220 rupees എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് നമുക്ക് വേണ്ട നവര അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. നവര അരി, ചെറുപയർ, ഉലുവ, പിന്നെ ആശാളി, ഇത്രയും കാര്യങ്ങൾ പ്രധാനം. പിന്നെ ഒരു ഔഷധക്കൂട്ടിൻ്റെ പൊടിയും ഉണ്ട്. അത് പ്രധാനപ്പെട്ട പച്ച മരുന്നുകളെല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇതിപ്പോൾ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ടത് നോക്കിക്കോളൂ. നവര അരി, ചെറുപയർ, ഉലുവ, ഇതാണ് ആശാളി, ഇത് ഔഷധക്കൂട്ട്. ഇതിൽ ഈ ആശാളി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഭയങ്കര കൂളിംഗ് പ്രോപ്പർട്ടീസ് ഒരുപാടുള്ളതാണ്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കറുത്ത കസ്കസൊക്കെ പോലെ അല്ലെങ്കിൽ ചിയാ സീഡൊക്കെ പോലെ വെള്ളത്തിലിട്ടാൽ കുതിർന്ന് ട്രിപ്പിൾ സൈസാകും. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു 1.5 ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ടതേ ഉള്ളൂ. ഇത്ര നോക്കൂ, എത്ര ഉണ്ടെന്ന് നോക്കൂ. ഭയങ്കരമായിട്ട് പെരുകില്ലേ, ഇങ്ങനെ ഇരിക്കും. ഭയങ്കര നല്ലതാണ് ആരോഗ്യത്തിന്. ദിസ് ഇസ് വൺ തിങ്. പിന്നെ ഞാൻ എല്ലാം വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് കുറച്ചൊന്ന് കുതിർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് എല്ലാം വേകാനായിട്ട് പറ്റും. ഞാൻ പക്ഷേ എന്തായാലും കുക്കറിലാണ് എടുത്തത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 1/2 കപ്പ് റൈസാണ് എടുത്തത്. നവരരി 1/2 കപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉലുവ, നവരരിയും ഉലുവ 1.5 ടീസ്പൂൺ, 1/2 കപ്പ് നവര. പിന്നെ പയർ ഞാൻ 1/2 കപ്പ് നവരയ്ക്ക് ഞാനൊരു 1/4 കപ്പ് പയർ, നമ്മുടെ ചെറുപയർ, അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ്. ആശാളി ഒരു 1.5 ടീസ്പൂണാണ് എടുത്തത്. അത് നല്ല ഇതായിരിക്കണം. ഇതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലും റെഡി, ഞാനെല്ലാം എടുത്ത് വെച്ചു. കുറച്ച് തേങ്ങയും കൂടെ വേണമെങ്കിലും ചിരകിയിടാം, ഉപ്പിട്ട് കഴിക്കാം. ഓക്കെ, ഇതാണ് മരുന്ന് പൊടി കൂട്ട്. ഇതിൽ നിന്ന് 1 സ്പൂണോ 1.5 സ്പൂണോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഞാൻ കുക്കറിലേക്ക് മാറ്റാൻ പോകും. അതായത് നവരരിയും ഉലുവയും ഇത്രയും ക്വാണ്ടിറ്റി തന്നെ ഒരുപാട് കിട്ടും. ആദ്യം ഒന്ന് കഴുകണം, എന്നിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. പയറും എഫക്റ്റീവ് കാര്യങ്ങളാണ്. ആശാളി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം 2 കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ഒരല്പം ഉപ്പ് ഇപ്പോഴേ ചേർത്തേക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മധുരമായിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇച്ചിരി അതായത് ഉപ്പ് ഒന്ന് കുറച്ചിട്ട് കരിപ്പട്ടി കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അടച്ചിട്ട് വീട്ടിട്ട് വയ്ക്കാം. എൻ്റെ ചക്കര പാവല്ലേ. പുടുമോളെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുള്ളവർക്ക് വേണ്ടി പുടുമോൾ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയ്യോട്ടാ, അനുക്കുട്ടിയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ പുടുമോള്. അതല്ലമ്മ, ഒരു ഉമ്മ കൊടുക്കും എല്ലാവർക്കും. ഉമ്മ എങ്ങനെ കൊടുക്കും? ഫ്ലൈങ് കിസ് ഉമ്മ പറയൂ. ഉമ്മ എങ്ങനെ പറയും? ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മ. അമ്മാമ്മയുടെ കൂടെ ഔഷധ കഞ്ഞി കുടിക്കാം. ഇന്ന് ഔഷധ കഞ്ഞിയാണ് മോളെ. ടേസ്റ്റിംഗ് റൗണ്ട്. അമ്മമ്മ കുക്കറിൽ വെച്ചു കേട്ടോ. ഇനി ഇതാകട്ടെ. ഇനി പുടുവിന് കുക്ക് ചെയ്യണം. അയ്യോട്ടോ, ഇതെല്ലാം അമ്മമ്മൾക്ക് തരും കേട്ടോ. അമ്മമ്മയുടെ ചുഞ്ചി. അയ്യോ, കുക്കിംഗ് ഗേൾ. നമുക്കതെല്ലാം പരീക്ഷിക്കാം. ഓക്കെ, പിന്നെ കഞ്ഞി ഈസ് റെഡി. നമ്മുടെ കുക്കർ ഓഫ് ചെയ്തു.
അത് ഒരു 3 വിസിൽ, അത് വലിയ വിസിൽ കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് പിന്നെ 2 വിസിൽ, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തു. ഇപ്പോൾ തണുത്തിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, നല്ല പാകത്തിനെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലും കഞ്ഞിയുടെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഉപ്പ് കുറച്ചിട്ടുള്ളൂ, കുറച്ച് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഒന്ന് ചൂടായാൽ മതി. തേങ്ങ ചിരകിയതും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഒരല്പം പശു നെയ്യും കൂടെ ഒഴിച്ചാൽ പെർഫെക്റ്റ്. കുറച്ചുപ്പം കൂടി വേണം. ഉപ്പൊക്കെ കുറച്ച് കഴിക്കുമ്പോൾ യെസ്, ഇപ്പോഴേ ടേസ്റ്റ് തുടങ്ങി. ഇത് മധുരമല്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഉലുവയൊക്കെ ചേർന്നപ്പോൾ ചെറിയൊരു ഉലുവ. ഓന് ഇഷ്ടപ്പെട്ടല്ലേ? ഓന് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇഷ്ടമാവില്ല. കുട്ടി അവരിഷ്ടമായി. ഞാനെല്ലാം മരുന്ന് ചേർത്തിട്ടില്ല, മരുന്നിന് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതിപ്പോ ഉലുവയുടെ ചെറിയ അയ്യോ എന്റെ പൊടി അമ്മാവിക്ക് എനിക്ക് തരാടി. എന്തായാലും ഉലുവയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും, ചെറിയൊരു സംഭവം. ഇനിയാണ് മരുന്ന് ചേർക്കുന്നത്. ഇതില്ലാണ്ട് കഴിക്കാം, ഇതിങ്ങനെ മാത്രം കഴിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഇത് ഔഷധക്കൂട്ടാണ്, ഇത് പച്ചമരുന്നുകളുടെ എല്ലാം ഒരു പൗഡേർഡ് ഫോം. അതും കൂടി ചേർത്ത് കഴിച്ചാൽ കുറച്ചുകൂടി നല്ലത്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് 1 ടീസ്പൂൺ ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. യെസ്, ചെറിയൊരു ആയുർവേദം വേണം. കുറച്ചൊരു ആയുർവേദത്തിൻ്റെ ടേസ്റ്റ് വരും. ഇത് ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കണ്ട, കഴിക്കുക. അല്ലെങ്കിൽ ഈ പൊടിയൊന്നും ഇടാണ്ട് ഇത് വെറുതെ കഞ്ഞിയായിട്ട് വേണമെങ്കിൽ ഈ പയറും ആശാളി, നവരരി, തേങ്ങാപ്പാൽ, കുറച്ച് ഉലുവ ഒഴിവാക്കണ്ട. പൊടിയിട്ടാൽ കുറച്ചൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും. കഞ്ഞി ഞാൻ പാത്രത്തിലേക്ക് മാറ്റുവാണേ. നല്ല ആയുർവേദ എണ്ണയുടെയൊക്കെ മണം പോലെ ഒരു മണം. അപ്പോൾ ഇതെൻ്റെ കർക്കിടകത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഇത് തന്നെയാണ് ഇനി കുടിക്കാൻ പോകുന്നത്. ഒരു നേരം സ്വാദോട് കൂടി കഴിക്കാമെന്ന് പറയുമ്പോൾ ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു കയ്പും ഒരു ആയുർവേദ മണമൊക്കെ വരും. അതെല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഹെൽത്തി ഒരു ഈറ്റിങ്ങിനാണെങ്കിൽ അതൊക്കെ വേണം. അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഹെൽത്തിയാണ്. നവരരി വെറുതെ കഞ്ഞി വെച്ച് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ പയറും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, കറക്റ്റായിരിക്കും. ഇപ്പോൾ അടുക്കള നിറച്ച സാധനങ്ങൾ മുഴുവൻ ഇലകളാണ്. നിങ്ങൾ കണ്ടല്ലേ ഞാൻ ഭഗവതി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ അങ്ങാടി കടയിൽ നിന്ന് ഇത് കംപ്ലീറ്റ് പത്തില തോരന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം. അപ്പോൾ ഇത് നോക്കിക്കോളൂ, എല്ലാം ഞാൻ ഒന്നുകൂടി പേരെടുത്ത് പറയുന്നു. പക്ഷേ എല്ലാം പത്തില എന്ന് പറഞ്ഞാൽ പത്തില പലതരം പത്തില ഉപയോഗിക്കാം, ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലരൊക്കെ സെയിം എല്ലാവരും ഒരേ പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റില്ല. പത്തല നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പത്തല ഉപയോഗിക്കുക. ഏറ്റവും നല്ല ന്യൂട്രിറ്റീവായിട്ടുള്ള, ശരീരത്തിന് ഏറ്റവും നല്ലത്, നല്ല ദഹനത്തിനുള്ളത്, എല്ലാ രീതിയിലും കർക്കിടകത്തിന് പറ്റിയ പത്തല എടുക്കുക. 10 കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, 10 കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മുടെ മോളീസ് ഗാർഡനിൽ തന്നെ പയറിൻ്റെ ഇലയുണ്ട്, കോവലിൻ്റെ ഇലയുണ്ട്, അങ്ങനത്തെ. പിന്നെ വള്ളിച്ചീരയുണ്ട്, നമുക്കല്ലാത്ത ചീരയൊക്കെ ഉണ്ട്. ഒരു 4 സാധനം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും വേണമെങ്കിൽ. പക്ഷേ ഞാനെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തു. പറയട്ടെ, ഓരോന്നിൻ്റെയും പേര് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നോക്കിയാൽ ഇത് മത്തൻ്റെ ഇലയാണ്, മത്തനില. പിന്നെ വരുന്നത് ഇത് ഒരു തരം തകരയാണ്, ഇത് വട്ടത്തകര എന്ന് പറയും. വട്ടത്തകര ഇത് കയ്പൊന്നുമില്ല, പക്ഷേ വേറൊരു ടൈപ്പ് തകരയുണ്ട്, അതെടുത്താലൊരു സ്മെല്ലും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ദുസ്വാദാണ്. അത് വേണ്ട, ഇത് മതി. വട്ടത്തകര ഓക്കെയാണ്. ഈ കാണുന്നതാണ്, അതായത് കൊടുങ്ങൽ എന്ന് പറയും. കൊടുങ്ങൽ ഇത് ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കും. പിന്നെ എന്താ, കോഴിക്കൊക്കെ കൊടുക്കും, ചമ്മന്തി അരയ്ക്കാൻ. ചെറിയൊരു പുളി പോലെ സ്ലൈറ്റായിട്ടൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കൊടുങ്ങൽ. പിന്നെ ഇത് വള്ളിച്ചീര, നമ്മുടെ മോളീസ് ഗാർഡനിൽ നിന്ന് എടുത്താണ്. ഇത് പയറിൻ്റെ ഇല, കുറച്ചുകൂടി തെളുന്ന ഇല കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ശരിക്കുള്ള ഈ കുറ്റിപ്പയർ, നമ്മുടെ ചെറുപയറിൻ്റെ ഇല തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ വള്ളിപ്പയറിൻ്റെ ഇലയാണ്, പക്ഷേ എന്നാലും നമ്മുടെ മോളീസ് ഗാർഡനിലാണ്. ചീരയാണ് ഇത്. ആക്ച്വലി പറഞ്ഞാൽ ഇത് കിട്ടിയത് അത്ര ടെൻഡർ അല്ലായിരുന്നു, കുറച്ച് മുറ്റിയതായിരുന്നു.
കുപ്പച്ചീരയാണ് പച്ച നിറത്തിൽ, അല്ലെങ്കിൽ വെള്ളച്ചീര എന്ന് പറയുന്ന പച്ചച്ചീര മേടിച്ചാലും ഓക്കെയാണ്. ഇത് കോവലിൻ്റെ ഇലയാണ്, കോവയ്ക്ക ഇല. ഇതും അത്ര ടെൻഡറല്ല, ഇത് ഏതാണ്ട് ഒരു മത്തൻ ഇല പോലെ ഇരിക്കും, പക്ഷെ മത്തൻ്റെ ഇലയല്ല. ഇത് കഴുത്തങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഗോഡില്ലേ, കഴുത്ത് കുറച്ച് നീണ്ട ഒരു വെള്ളരിക്ക പോലെ ഇരിക്കുന്ന കുമ്പളങ്ങ പോലത്തെ കഴുത്തങ്ക, അതിൻ്റെ ഇലയാണ്. ഓക്കെ, കഴുത്തങ്കയുടെ ഇല. അതായത് ഇത് മാത്രം വെച്ച് തോരൻ വെച്ചാലും ഇതിൽ ഏത് കാര്യവും ഒറ്റയ്ക്ക് വേണമെങ്കിലും തോരൻ വെക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ തഴുതാമ എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? ഇവിടെ ഡാർക്ക് ഗ്രീനും ഇപ്പുറത്തെ സൈഡിൽ ലൈറ്റ് ഗ്രീനും ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ റോഡിലൂടെ നടക്കുകയും പറമ്പിലൂടെ നടക്കുമ്പോൾ തഴുതാമ കണ്ടാൽ തിരിച്ചറിയണം. ദിസ് ഈസ് തഴുതാമ. ഇത് പൂവൻ കുരുന്ത് ഇല എന്നാണ് പറയുന്നത്, പൂവൻ കുരുന്തിൻ്റെ ഇല. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ പൂവൻ കുരുന്തിൻ്റെ ഇല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ 10 ഇല ആയിട്ടുണ്ട്. ഈ 10 ഇലയാണ് ഞാനിപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്, എന്ത് കിട്ടുന്നു അതാണ്. ഇപ്പോൾ ഒരു 10 ഇല കിട്ടിയില്ല, 5 ഇല ഉള്ളെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സിംഗിളായിട്ട് എനിക്ക് വേണമെങ്കിൽ മേളിൽ ചെന്നിട്ട് കോവലിൻ്റെ ഇല എടുത്തിട്ട് ടെൻഡർ ഇല എടുത്തിട്ട് തോരൻ വയ്ക്കാം, ഓക്കെയാണ്. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഇലക്കറി കഴിക്കണം എന്നാണ്. ചീര പല രീതിയിലുള്ള പച്ചില തോരൻ വെച്ചിട്ട് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ ഒരു മാസം പ്രത്യേകിച്ച് കർക്കിടക മാസം. ഇനി ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ അരിയാൻ പോണു. ഓക്കെ, ഒന്ന് അടുക്കി എടുത്തിട്ട് അരിയാം മൺപയുണ്ട്. പിന്നെ ഇത്രയും ഉണ്ടെങ്കിലും വാടിക്കഴിയുമ്പോൾ അത് ചുരുങ്ങുമല്ലോ. നന്നായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം പറമ്പിലൊക്കെ വളരുന്നതല്ലേ, അപ്പം നന്നായിട്ട് കഴുകണം. കഴുകി വൃത്തിയാക്കി ഇല നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ മാത്രം ഉപയോഗിക്കാം. എല്ലാ ദിവസവും 10 ഇല കഴിക്കണമെന്നില്ല. ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് 10 ഇല തോരൻ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ 5 ഇല വെച്ചിട്ട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാം കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഓരോ ഇലയായിട്ട് ഒരു ദിവസം ഒരു ഇലയുടെ തോരൻ, അങ്ങനെ എല്ലാ ദിവസവും ഒരു ഇല തോരൻ ഉണ്ടെങ്കിൽ നല്ലത്. നമ്മുടെ മത്തനില കൂട്ടത്തിൽ ഏറ്റവും ടെൻഡറായിട്ടുള്ളത് നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നീളത്തിന് ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് പിന്നെ നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാം. ഇനി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഇലയും ഒരുപോലെ തന്നെ ഇരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഓരോന്നിനും അതിൻ്റേതായ സ്വാദും മെഡിസിനൽ പ്രോപ്പർട്ടിയും ഉണ്ട്. നമ്മുടെ തഴുതാമ. അപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാം കൂടി ഒന്നിച്ചാക്കുന്ന ഒരു പ്രോസസ്സാണ്. അരിഞ്ഞു വന്നപ്പോൾ എല്ലാം കൂടി കുറേ ഉണ്ടല്ലോ. ഇത് വാടുമ്പോൾ കുറയും. ഞാൻ കാണിച്ച അത്ര എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് എല്ലാത്തിൽ നിന്നും കുറച്ചിട്ടുണ്ട്. എരിവുള്ള 2 പച്ചമുളക്, 4-5 കൊച്ചുള്ളി, വലിപ്പമുള്ളത് തന്നെ. ഏകദേശം ഒരു 10 കൊച്ചുള്ളി എന്ന് പറയാം, ചെറുതും വലുതുമായിട്ട്. ഈ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 6 എണ്ണം. 1 എൻ്റെ സ്കിന്ന് ഞാൻ മാറ്റിയിട്ടില്ല, അരിഞ്ഞിട്ട് മാറ്റാം. 3, 4, ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട് ചെറുത്. വലിയ അല്ലിയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്തുള്ളൂ. തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാം. കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്, അത് കാരണം ഒരു ലാവിഷ് 2 ടേബിൾ സ്പൂണൊന്നും വേണ്ട. അപ്പോൾ താളിക്കുമ്പോൾ നമ്മൾ കടുക്, പിന്നെന്താ വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് അരിയിട്ട് താളിക്കുന്നത് നല്ലതാണ്. അതെ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതിൻ്റെ കൂടെ കടുക് വേണം, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില നിർബന്ധമില്ല, ഇതെല്ലാം ഇലയാണല്ലോ. ഇട്ടാൽ നല്ലതാണ്. കറിവേപ്പില കൂടെ കിടക്കട്ടെ, നമ്മുടെ ഇലയുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. പിന്നെ ജീരകം, നല്ല ജീരകം കൂടി ഇടാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. ഇത് പൊട്ടി തുടങ്ങട്ടെ. നല്ല പൊട്ടി തുടങ്ങി. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ അരി, നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി, പിന്നെ ഉഴുന്ന് തൊലിയില്ലാത്ത ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ മുഴുവൻ ഉഴുന്നോ, ഇവിടെ മുഴുവൻ ഉഴുന്നുള്ളത്, അതുകൊണ്ട് അതിടുന്നു 1 ടേബിൾ സ്പൂൺ. ഇനി വറ്റൽ മുളക് മുറിച്ചിടാം, 2, 3. കറിവേപ്പില,
നമ്മുടെ മോളീസ് ഗാർഡൻ കറിവേപ്പിലയാണ്. യാതൊരു കീടനാശിനിയില്ല, പക്ഷെ നല്ല മണമാണ്. നല്ല കറിവേപ്പിലയുടെ ഒറിജിനൽ മണം കിട്ടും. എല്ലാം പൊട്ടി അരിയെല്ലാം പൊട്ടുന്നു നോക്കുന്നു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഏതാണ്ട് 2 ടീസ്പൂണോളം ഉണ്ട് വെളുത്തുള്ളി, പച്ചമുളക് ആൻഡ് കൊച്ചുള്ളി. ഇപ്പം നോക്കിയാൽ ഉള്ളിയെല്ലാം വാടി, എല്ലാം ഈ പച്ചമുളക് കുറച്ചുകൂടി ഒന്ന് വാടാനുണ്ട്. വാടി തുടങ്ങി, എന്നാൽ ഇച്ചിരി ഉടന്ന് അതിൻ്റെ എരിവ് ഇറങ്ങട്ടെ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് എരിവെന്ന് പറയുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. സാധാരണ ചീരവർഗ്ഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല, പക്ഷേ ഇതിൽ നമുക്ക് ചേർക്കാം. നല്ല എരിവുള്ള പച്ചമുളക്, അതാണ് ഞാൻ 2 മാത്രം ചേർത്ത്. നമ്മുടെ മോളീസ് ഗാർഡനിലെ പച്ചമുളക് നല്ല വീര്യമാണ്. ഇലകൾ, മിക്സ്ഡ് ഇലകൾ. ഇപ്പോൾ ഒരുപാട് തോന്നിക്കും, വാടിയാലേ ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് അളവിലേക്ക് വരുള്ളൂ. ഇങ്ങനെ ഇളക്കി മറിച്ച് ഇടുമ്പോൾ തന്നെ അത് വാടി തുടങ്ങും. അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ടിങ്ങനെ മറിച്ച് തിരിച്ച് ഇളക്കിയൊക്കെ കൊടുക്കും. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തേക്കും സ്പ്രെഡാണ്. ഈ സ്റ്റേജിൽ ഇനി ഉപ്പും കൂടി ചേർക്കും. ചുരുങ്ങിയത് വേണ്ട, കുറച്ചുകൂടി കുറച്ചായില്ലേ, വാടി തുടങ്ങി. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു രീതിയായി കഴിഞ്ഞു. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ എത്രയുണ്ട്, അതനുസരിച്ചിട്ടല്ലേ ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഉപ്പ് കൂടി പോവില്ലേ. പറ്റുമെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിലും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ സാധാരണ ഉപ്പിനെക്കാട്ടിലും. പിങ്ക്, ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാരണ. ജസ്റ്റ് ഒന്ന് അടച്ചിടാം. ഇനി ഇത് ആ ഒരു ആവിയിൽ കടന്നിട്ട് നമ്മൾ വേവിക്കട്ടെ. ചെറിയ തീയിലേക്ക് മാറ്റാം. നല്ല മണം. അപ്പോൾ എരിവും അതിൻ്റെ ഫ്ലേവേഴ്സും എല്ലാം നമ്മൾ വഴറ്റിയാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ അങ്ങനെ തന്നെ ചെറുകിയിട്ടാൽ മതി. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെകിടിയിട്ട് ഇട്ടാൽ എല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയിലൊക്കെ തോരൻ വയ്ക്കില്ലേ, ഏതാണ്ട് അതുപോലെ. പക്ഷേ കർക്കിടക മാസത്തിൽ ഒരു കാരണവശാലും മുരിങ്ങയില കഴിക്കരുതെന്നാണ് അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നവർ പറയുന്നത്. ഇത് നമുക്ക് തേങ്ങയിട്ട് തോത്തി വെക്കാം. തേങ്ങ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെകിടിയിടാം. ഒരു 2 പിടി. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അത് ആ തേങ്ങയിൽ പിടിച്ചോളൂ. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പൊന്നുകൂടി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കാം. അപ്പോൾ തേങ്ങ ഇച്ചിരൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ. ഈ ഇല എത്രയും നമ്മൾ കഴിക്കണം, അതാണ് പ്രധാനം. ഇപ്പോൾ തേങ്ങയും കൂടെ ചേർക്കാം. കുറച്ച് എടുത്ത് വെച്ചതിൽ എത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങ, ഒരു മീഡിയം തേങ്ങയുടെ അരമുറി എടുക്കും. നല്ല ഒന്നാം തരം പത്തില തോരൻ ഇസ് റെഡി. എന്ത് നല്ല മണം അറിയാമോ, നല്ല ഫ്ലേവർ, വെരി ടേസ്റ്റി, കാണാനും വളരെ ഭംഗിയുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചടിച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെങ്കിലും എൻ്റെ കഞ്ഞികൂടി എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. കഞ്ഞികൂടി നേരത്തെ ആയതുകൊണ്ട് ഔഷധക്കഞ്ഞിയെ കുടിക്കുന്നുണ്ട്. ഒരു 7 മണിക്ക് മുന്നേ തന്നെ ഡിന്നർ കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ചപ്പാത്തിയും ചോറും ഇലയൊക്കെ കൂട്ടി കഴിക്കും. ഇതിനകത്തൊഴിച്ച് കുടിക്കാം. എൻ്റെ ലഞ്ച്. യെസ്, എത്ര കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി, എന്നിട്ട് തന്നെ ഇത്രയുണ്ട്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിലും കുടിക്കാം. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്, വിശക്കുമ്പോൾ. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. ഇതും കൂടി വരുമ്പോൾ കുറച്ചുകൂടി. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു കയ്പുണ്ട്, ഒരു ആയുർവേദ മണവുമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും ഗുണം കിട്ടും നമുക്ക്. അതാണ് എൻ്റെ സംഭവം. ഞാൻ എൻ്റെ കഞ്ഞിയിലേക്ക്
ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി പറഞ്ഞാൽ, ചെറിയൊരു കയ്പുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ ചവച്ച് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ മണമാണ് നമ്മുടെ എണ്ണ തേക്കാൻ പോകുന്നത്, തേച്ച് കുളിക്ക് പോവില്ലേ, ഓയിൽ മസാജ് ആൻഡ് അവിടുത്തെ ഒരു മണമാണ് വരുന്നത്, അതുപോലത്തെ മണം. പക്ഷേ ഇതൊരു ഔഷധക്കഞ്ഞിയാണ്. ഇത് ഈ 30 ദിവസവും ഡെയിലി ഒരു നേരമെങ്കിലും കഴിച്ചാൽ എൻ്റെ ഗുണം എനിക്ക് കിട്ടും, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ. അപ്പോൾ ഈ മരുന്നും കൂടി ചേർത്ത് കഴിച്ചാൽ കൂടുതൽ നല്ലത്. മരുന്ന് കിട്ടിയില്ല ഇപ്പോൾ ഈ കടയിലെല്ലാം കിട്ടും, അതല്ല അല്ലാണ്ട് മരുന്ന് പൊടിച്ച് ചേർക്കാതെ ചളി, ചെറുപയർ, നവരയരി, ഉലുവ, ബെസ്റ്റ്, തേങ്ങാപ്പാൽ, തേങ്ങ, അങ്ങനെയായാലും മതി, ഉപ്പ്, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കരിപ്പട്ടി ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആരോഗ്യത്തിനുള്ള മരുന്നായിട്ട് തന്നെ വിചാരിച്ച് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഓക്കെ, ഇപ്പോൾ കർക്കിടകത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പൊടു വീണ്ടും വന്നിരിക്കുവാണ്, വെയിറ്റിംഗ്. മോളെ കമോൺ ബേബി, സിങ് ഡാൻസിങ് ഡാൻസിങ്, ഡാൻസിങ് ഗേൾ, ഡാൻസിങ് ഗേൾ. എങ്ങനെയാണ് ഡാൻസ് ചെയ്തേ മോള്? എങ്ങനെയാണ് ഡാൻസ് ചെയ്തേ? ഇങ്ങനെയാണോ? ഓ അയ്യോട്ടാ ചക്കരി ഡാൻസിങ്. അയ്യോ നമുക്ക് കഞ്ഞി കുടിക്കാം. ഓക്കെ, ഈ കഞ്ഞി പൊടു ഓടിത്തള്ളി ഒരു പ്രാവശ്യം കുടിച്ചു, ഒരു സ്പൂൺ കുടിച്ചു. അങ്ങനെയാണോ അവനെ ഇഷ്ടമായോ? അമ്മമ്മ സ്പെഷ്യൽ. അപ്പോൾ ഏർലി ഡിന്നറാണ്. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചപ്പാത്തി, പിന്നെ നമ്മുടെ പത്തലക്ക. ഒരുപാട് കഴിക്കണം എന്നാണ്, കൂടുതൽ ഇല, ചോറ് കുറച്ചും തോരൻ കൂടുതലുമാണ് ബെസ്റ്റ്. ഇത്രയും കഴിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് റൈസ് അങ്ങനെ ഒരുപാട് വേണമെന്നില്ല ആക്ച്വലി പറഞ്ഞാൽ. നമ്മളൊരു ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കഴിക്കും. ചപ്പാത്തിക്കകത്ത് എങ്ങനെ കഴിക്കാൻ ഞാൻ പറഞ്ഞുതരാം. റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നിറച്ച് ഇങ്ങനെ റോൾ ചെയ്യുന്നേ. അടിപൊളിയായിരിക്കുന്നു കേട്ടോ ചപ്പാത്തി റോൾ. സൂപ്പർ കോമ്പിനേഷൻ. ചോറ് നിർബന്ധമില്ല, 2 ചപ്പാത്തി മതി ഇതല്ല. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു, വെറുതെ പറയുന്നതല്ല, സിംപ്ലി ഗുഡ്. ഇനി നമ്മളെന്താ പറയുക, ഇത്ര ഇല ആലോചിച്ച് പോകും, നിങ്ങൾ കണ്ടാണല്ലോ അത്ര ഇല ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് എന്തൊരു ആരോഗ്യമായിരിക്കും അല്ലേ, എനിക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. കഞ്ഞിയെല്ലാം ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇല, പത്തില തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വൈകുന്നേരത്തെ ഡിന്നറിനായിരിക്കും എല്ലാവരും കഴിക്കാൻ പോണേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു നേരത്തെ. ഇപ്പം ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ തോരനും ചോറ് കുറച്ചുകൂടെ കുറച്ച് മതിയല്ലേ. ഞാനൊരു ചപ്പാത്തി കഴിച്ചാലേ അല്ലേ. നോക്കിയേ, ഇങ്ങനെ തോരനെടുക്കുന്നു, ചോറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യമ്മി ആയിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ ചീരത്തോരനൊന്നും ഇതിൻ്റെ 7 ഇലത്ത് വരില്ല. നമ്മൾ സാധാരണ ചീരത്തോരനല്ലേ കഴിക്കുന്നത്. സത്യമാണ് പറയുന്നത്, ചീരത്തോരനെക്കാട്ടിലൊക്കെ എത്ര 10 മടങ്ങ് ബെറ്ററാണ്. അതിൻ്റെ ഒരു ടെക്സ്ചർ വൈസ് ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും. ഇതിനകത്തും ചീരയുണ്ട്, പക്ഷേ അങ്ങനെയല്ല, അത് മാത്രമായിട്ടുള്ളൊരു തോരനെക്കാട്ടിലും
ഇത് ഒരു 10 ഇലകളുടെ ഒരു ടേസ്റ്റിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ചാണ് അല്ലേ, ഭയങ്കര മിക്സിങ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. ഇതിൽ വേറെ ഒന്നും വേണമെന്നില്ല. ഓക്കെ, നെയ്യും പപ്പടമൊക്കെ ചേർത്ത് പണിയിൽ കഴിക്കാം കേട്ടോ. നല്ല ചൂടോടുകൂടി കഴിയുന്ന ബെസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ ചൂടുണ്ട് ഇത്. ഓക്കെ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഭയങ്കര നിഷ്ഠയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. കർക്കിടക മാസത്തിൻ്റെ രാമായണ മാസം ഫുൾ രാമായണം വായിക്കും. പിന്നെ ഇതുപോലെയൊക്കെ ഇലവർഗ്ഗങ്ങൾ, ഇലയുടെ കറികൾ, എനിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു പണ്ടും. അതൊക്കെ ഭയങ്കര ചിട്ടയായിട്ട് ചെയ്യുന്നൊരു ആൾ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലമുണ്ട്, അതുകൊണ്ട് എനിക്കിത് പരിചിതമാണ്. പിന്നെ ഇപ്പം എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അമ്മയില്ല, അച്ഛനും ഇല്ല, പക്ഷെ അവരുടെ ഓർമ്മകളുണ്ട്, അവർ പഠിപ്പിച്ചു തന്ന നല്ല പാഠങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇനി അടുത്ത ജനറേഷൻ അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അവരൊന്നും, ഇപ്പം മോളാണെങ്കിൽ സ്ഥലത്തേ ഇല്ല, അവർക്കിതൊന്നും കിട്ടില്ല. പിന്നെ അനുക്കുട്ടിക്കും പുടുമോൾക്കും ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ കണ്ടു പഠിക്കാം അല്ലേ. പക്ഷേ അവരുടെയൊക്കെ എനിക്കറിയില്ല അടുത്ത ജനറേഷനൊക്കെ അത്രയും ചെയ്യുമോ എന്നുള്ള കാര്യം. എന്തായാലും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ഡിന്നറും ഇതോടുകൂടി കഴിയുന്നു. ധാരാളം വെള്ളം കുടിക്കണം. കർക്കിടക മാസത്തിലാണെങ്കിലും തിളപ്പിച്ച വെള്ളം, അങ്ങനെ തണുത്ത വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളം, കാര്യം മഴയല്ലേ, എപ്പോഴും മഴ, അങ്ങനത്തെ കാര്യങ്ങൾ. നല്ല ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. വ്യായാമം, ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണ തേച്ച് ഗുളിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും നല്ല ബോഡിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് വെജിറ്റേറിയൻ ആകുന്നതിലും തെറ്റില്ല. ഈ ഒരു മാസം ഒരുപാട് നോൺ വെജൊക്കെ വലിച്ച് കഴിക്കാണ്ട് വയറിന് ഇച്ചിരി റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതൊരു കർക്കിടക മാസത്തിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. അല്ലെങ്കിൽ ഞാൻ ബിസി ആയിട്ട് പുറത്തൊക്കെ യാത്രയോ എന്തെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ മാത്രമേ ഈ മാസം അങ്ങനെ അധികം യാത്ര പ്ലാൻ ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചു കൊച്ചു യാത്രകൾ വന്നാൽ പോലും ചെറിയൊരു റൂട്ടീൻ തെറ്റും, എങ്കിലും ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അറിയാമല്ലോ. സെൽഫ് കെയർ ഇസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.